ഇനി നമുക്ക് ശബരിമലയിലേക്ക് പോകാം. അവിടെ സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. കേസിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ഇന്ന് വളരെ നിർണായകമാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? നൗഫൽ ജിൻസി, എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. കാരണം ഇക്കാര്യത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ, അതിൻ്റെ വിശദീകരണം ഉൾപ്പെടെ ഇന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഉള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കും. ഒപ്പം തന്നെ VSSC നടത്തിയ പരിശോധനയുണ്ട്. ആ പരിശോധനയിൽ സ്വർണത്തിൻ്റെ അളവും ഒപ്പം തന്നെ ദ്വാരശില്പ പാളികൾ ഒപ്പം തന്നെ കട്ടിലപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ ഭാഗങ്ങൾ മാറിയിട്ടുണ്ട്, അതിന്റെ രൂപത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ VSSC നിലവിൽ നൽകിയിട്ടുണ്ട്. അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണം മാറ്റപ്പെട്ടിട്ടുണ്ടോ, ഒപ്പം തന്നെ പുതിയ സ്വർണമാണോ, അല്ലെങ്കിൽ പാളികൾ നേരത്തെ കൊണ്ടുപോയ പാളിക്കപ്പുറം പുതിയ ഏതെങ്കിലും പാളികളാണോ തിരിച്ച് എത്തിച്ചത്, ദ്വാരപാല ശില്പവും അങ്ങനെ പുതിയതായി എത്തിച്ചതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വിശദീകരണം നിലവിൽ എന്തായാലും ഇന്ന് SIT ഹൈക്കോടതിയിൽ നൽകും. ഒരുപക്ഷെ കൂടുതൽ സമയം നീട്ടി ചോദിക്കുകയും ഒപ്പം തന്നെ നിലവിൽ ഈ VSSC നടത്തിയ പരിശോധന, ആ പരിശോധനയ്ക്ക് പുറമെയുള്ള കുറച്ചുകൂടി പ്രാധാന്യത്തോടെയുള്ള ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ള ഒരു ആവശ്യം അത് SIT ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണ് SITയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വിവരം. എന്തായാലും കാലപ്പഴക്കം ഒപ്പം തന്നെ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ തിരികെ എത്തിച്ചത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ VSSCയുടെ റിപ്പോർട്ടിൽ വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ വേണം. ഒപ്പം തന്നെ നേരത്തെ ഉൾപ്പെടെ ഈ 2019 പുറമെ അതിനു മുമ്പ് ഉൾപ്പെടെ ദ്വാരപാല ശില്പം എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയത്, അതായത് നേരത്തെ വിജയ് മല്യയുടെ കാലത്തുൾപ്പെടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ കാലതാമസം അന്വേഷണത്തിന് വേണ്ടിവരും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ 6 ആഴ്ചത്തെ കാലാവധിയാണ് കൂടുതലായി ഇപ്പോൾ അവസാനം SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്, ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 6 ആഴ്ചക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ VSSCയുടെ റിപ്പോർട്ടിൽ വ്യക്തതയില്ലാത്തത് കാരണം ഇക്കാര്യത്തിൽ സ്വർണം എത്ര പുറത്തുപോയി, ഒപ്പം തന്നെ തിരികെ കൊണ്ടുവന്ന സ്വർണം അത് യഥാർത്ഥമായി നേരത്തെ ഉണ്ടായിരുന്ന സ്വർണമാണോ, ഒപ്പം തന്നെ ലോഹങ്ങൾ അത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയാണ് ഇനി വരുത്തേണ്ടത്. അതിനിടയിലാണ് വീണ്ടും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ശാസ്ത്രീയമായ പരിശോധന കാര്യക്ഷമമായി നടത്താൻ VSSCക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായ പരിശോധന കൂടുതലായി വേണ്ടതുണ്ട്. സ്വർണ്ണപ്പാളികൾ പഴയതാണോ, പുതിയതാണോ, ഒറിജിനലാണോ, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് കാലം മുതലാണ് അന്വേഷണം ഈ ശാസ്ത്രീയ പരിശോധന നടത്തുക? അതിന് ഒരുപക്ഷെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുപാട് കാലതാമസം നേരിടില്ലേ? ആ കാലതാമസം ഈ അന്വേഷണത്തെ ബാധിക്കില്ലേ? നേരത്തെ കോടതി നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ അന്വേഷണം നടത്താൻ സാധിക്കുമോ? നൗഫൽ, ഈ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ നിയോഗിച്ചതിന് ശേഷം പലതവണ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഹൈക്കോടതി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ, കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്ന ഓരോ ഘട്ടത്തിലെയും ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ആവശ്യം അത് SIT മുമ്പോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി അതിന് സമയം അനുവദിക്കാനാണ് സാധ്യത. ഈ പുറത്തേക്ക് കൊണ്ടുപോയ ഘട്ടം മുതൽ, അതായത് ദ്വാരപാലക ശില്പവും ഒപ്പം തന്നെ പീഠവും കട്ടിലപ്പാളി ഉൾപ്പെടെയുള്ളവയും പുറത്തേക്ക് സ്വർണം പൂശാനും മെയിൻ്റനൻസിനുമൊക്കെയായി കൊണ്ടുപോയതിന് ശേഷമുള്ള കാലത്തെ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത് മുതലുള്ള അന്വേഷണം വേണം. കാരണം ഓരോ ഘട്ടത്തിലും തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ, ലോഹം അത് മാറിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധന വേണം. നിലവിൽ എന്തായാലും സ്വർണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് VSSC നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്വർണം കുറഞ്ഞത് മാത്രമാണോ, ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ലോഹങ്ങൾ ഉൾപ്പെടെയാണോ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള
കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന വേണം എന്നുള്ള ആവശ്യമായിരിക്കും SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുക. എന്തായാലും അന്വേഷണം കൂടുതൽ സമയം ആവശ്യമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന കാര്യം ഇന്ന് എന്തായാലും ഹൈക്കോടതിയിൽ SIT ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണം. ESSയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമല്ല. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന ഇത് ഈ ലോഹങ്ങൾ ഉൾപ്പെടെ കട്ടിലപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും ഒക്കെ പുറത്ത് കൊണ്ടുപോയ കാലം മുതൽ ഏതൊക്കെ തരത്തിൽ ഇതിൽ മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിശദമായ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ SITക്കുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ ലഭ്യമാവുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ കണ്ടെത്തൽ. അത് ആ തന്ത്രിക്ക് ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ പല ആചാരപരമായ കാര്യങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ അന്വേഷണം വേണം. ഒപ്പം തന്നെ തന്ത്രി ഇക്കാര്യത്തിൽ തന്ത്രിയുടെ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധം, ഒപ്പം തന്നെ ആചാരപരവും നിയമപരവുമായി ശബരിമലയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനം, അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഒക്കെ ഉൾപ്പെടെയുള്ളവയിൽ കൂടുതൽ പരിശോധന വേണം, കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക. അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജാമ്യ ഹർജി ആദ്യ കേസിൽ നൽകിയിട്ടുള്ളത്. അതിനുശേഷം കട്ടിലപ്പാടിയിലെ 90 ദിവസം അന്വേഷണത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട 90 ദിവസം പൂർത്തിയാകുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ ഒരു ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനൊരു നീക്കവും നിലവിൽ എന്തായാലും നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതൊഴിവാക്കാനുള്ള നീക്കവും SITയുടെ ഭാഗത്ത് എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 3-ന് മുമ്പ് തന്നെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്തായാലും SITക്ക് മുമ്പിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം വേണം. പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾ, സാങ്കേതിക പരിശോധനകൾ, ഒപ്പം തന്നെ വിപുലമായ അന്വേഷണത്തിലേക്ക് ഒക്കെ കൂടുതൽ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ സമയം